Good morning. Good morning. Good morning, ma'am. 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 Okay, good. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഇന്നാരാണ് സൈൻ ഇൻ പറയുന്നത്? അല്ല, പ്രയർ. മാം, ഞാൻ ജ്യോതി പാലക്കാട്. ഞാനാണ് പ്രയർ പറയുന്നത്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand, we walk hand in hand, we walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. We shall overcome someday. Thank you, ma'am. താങ്ക് യു. നല്ല സോങ് ആയിരുന്നു, പ്രയർ ആയിരുന്നു. Thank you, ma'am. ഓക്കെ, നെക്സ്റ്റ് സൈൻ ഇൻ ആരാണ്? Ma'am, ഞാനാണ് സൈനി. ഓക്കേടാ. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വനിതാരത്നത്തെ പരിചയപ്പെടുത്തുകയാണ്. ഫ്ലോറൻസ് ചാഡ്വിക്. അതായത് അമേരിക്കൻ ദീർഘദൂര നീന്തൽ താരമായിരുന്ന ഫ്ലോറൻസ് ചാഡ്വിക്. ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ റെക്കോർഡ് സമയത്തിനുള്ളിൽ നീന്തി കടന്ന ആദ്യ വനിതയാണ് ഫ്ലോറൻസ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം ആ സമയത്തിനുള്ളിൽ നീന്തി കടക്കുക എന്നുള്ളത്. അതും ഈ വ്യക്തി നീന്തി കടന്നു. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു ശ്രമം നടത്തിയിരുന്നു. അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കാറ്റലീന ദ്വീപിൽ നിന്ന് കാലിഫോർണിയ തീരത്തേക്ക് നീന്തി എത്തുക എന്നുള്ളത്. എന്നാൽ ആ ശ്രമത്തിനിടയിൽ കുറച്ച് വളരെയധികം സ്രാവുകളുടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ അത് അവരുടെ പരിശീലന സഹായത്തോടെ അത് നീന്തി കിടന്നു. എന്നാൽ തുടർന്ന് നീന്തിയതിനിടയ്ക്ക് കടുത്ത മൂടൽ മഞ്ഞ് കാരണം അവർക്ക് നീന്തൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവർ ഇടയ്ക്ക് വെച്ച് പിന്തിരികയാണ് ഉണ്ടായത്. അപ്പൊ ആ പരിശീലകരൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചെങ്കിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ കരയ്ക്ക് എത്തിയതിനു ശേഷമാണ് അവർ തിരിച്ചറിഞ്ഞത് വെറും ഒരു 1/2 മൈൽ കൂടെ നീന്തിയിരുന്നുവെങ്കിൽ ആ ലക്ഷ്യം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ചാഡ്വിക് പറയുന്നുണ്ട്, ആ ലക്ഷ്യം ഞാൻ കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് കംപ്ലീറ്റ് ചെയ്തിരുന്നേനെ എന്ന്. എന്നാൽ രണ്ടാമത്തെ ഒരു ശ്രമത്തിൽ കൂടെ ആ ലക്ഷ്യം അവർ കംപ്ലീറ്റ് ചെയ്യുകയും റെക്കോർഡ് എടുക്കുകയും ചെയ്തു. നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിലുള്ളൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മുടെ മുൻപിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് തടസ്സങ്ങൾ വന്നാലും നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ലക്ഷ്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ, ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളും മറികടന്ന് നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുൻപിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ്. അതിനായിട്ട് പല തടസ്സങ്ങൾ വരാം, നെഗറ്റീവ് കമന്റ്സ് വരാം, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ വരാം, എല്ലാം വരാം. അതിനെല്ലാം മറികടന്നുകൊണ്ട് നാം തീർച്ചയായിട്ടും ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് എല്ലാവരും വിഷ് ചെയ്യുന്നു. ഓൾ ഓഫ് യു വിഷ് ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് വെൽക്കം മാം ടു വണ്ടർഫുൾ ക്ലാസ് ആൻഡ് സൈൻ ബൈ ലിജി ഫ്രം എറണാകുളം. താങ്ക് യു. ഓക്കെ, നല്ല രസമായിട്ട് പറഞ്ഞു കേട്ടോ.
ഞാൻ വിചാരിച്ചു ഒരാളെ കുറിച്ച് പറയില്ലേ, ഓക്കെ അത് ആ ഒരു രീതിയിലേ അല്ല, അത് കഴിഞ്ഞ് പറഞ്ഞ അറിവ് അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യബോധം എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ സമയം മുതൽ നമ്മൾക്ക് എങ്ങനെയും അത് അച്ചീവ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും നാളെ നല്ല ടീച്ചേഴ്സ് ആയിട്ട്, നമ്മുടെ സ്വപ്നം എന്താണ്, നാളെ ഒരു ക്ലാസ്സിലെ ടീച്ചറായിട്ട് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തു അതേപോലെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുറെ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കി, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്ത് സന്തോഷാലേ, നല്ല രസമായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഇത്രയും കാലം പറഞ്ഞിരുന്നത് എന്താണ്, അമ്മയായില്ലേ കുട്ടികളൊക്കെ നോക്കി വീട്ടിലിരുന്നാൽ മതി, അല്ലെങ്കിൽ കുറെ നാളത്തെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞാൽ നിനക്ക് ഇനി എവിടെ നിന്നാ ജോലി കിട്ടാം, ഇത്രയും പഠിച്ചിട്ട് എന്ത് കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് പേഴ്സണൽ ആയിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞു, ഞാൻ കുറെ നാള് ഫാമിലി അല്ലെങ്കിൽ കുട്ടിയായപ്പോ ഞാൻ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തു, 2-3 വർഷം ബ്രേക്ക് ഒക്കെ എടുത്തു. ആ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പഠിച്ചിട്ട് നീ എന്ത് ചെയ്യാനാ, വെറുതെ ആ കാശ് കൊണ്ട് കളഞ്ഞില്ലേ, ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഒരു കാര്യമില്ലാന്നാണ് അവർ പറയണത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു വല്യമ്മയാ, ഒന്നിനും കൊള്ളില്ലാത്തൊരു വല്യമ്മ, എന്റെ അമ്മയുടെ ചേച്ചിയാണ്. അവർക്ക് കുറച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ചിന്തയൊന്നും ഇല്ല, അവർക്ക് ആമക്കളാണ്, അതുകൊണ്ട് പെൺപിള്ളേരോട് വലിയ താല്പര്യമില്ല. അപ്പൊ നിന്റെ അമ്മ ഉള്ള പൈസ മൊത്തം, അമ്മയും അച്ഛനും ഉള്ള പൈസ മൊത്തം കൊണ്ടുവന്ന് എന്നെ പഠിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചു. അതെന്തിനാ അവരപ്പൊ പറയുന്നില്ല, അത്രയും പൈസ കളഞ്ഞതല്ല, ഞാനെടുത്ത എഫേർട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെടുത്ത ആ ഒരു എഫേർട്ട് അവരവിടെ കാണുന്നില്ല. ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്. ഏത് സർട്ടിഫിക്കറ്റ് അവിടെ ഡിഗ്രി ആവട്ടെ PG ആവട്ടെ എന്തോ ആവട്ടെ, നമ്മളത് ഏൺ ചെയ്തത് നമ്മുടെ അത്രയും 100% എഫേർട്ട് എടുത്തത്. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നാ പറയണേ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ 2 കുട്ടികളെ 3 കുട്ടികളൊക്കെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ചിട്ട് എനിക്കേ ഉപകാരമില്ല, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കുട്ടികൾ കൂടി വന്നു, കാരണം മറ്റു പാരന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് കുട്ടികൾ കൂടുതൽ വന്നു. ഞാനത് ട്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ എടുക്കാൻ തുടങ്ങി. ദെൻ ഞാൻ അതേപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോളുകൾ വരാൻ തുടങ്ങി. എന്റെ സബ്ജക്ട് അന്ന് കുറെ നാൾക്ക് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്ന സബ്ജക്ട് കൊമേഴ്സ് ആയിരുന്നു, അക്കൗണ്ടൻസി ടീച്ചർ ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പൊ ഞാൻ അക്കൗണ്ടൻസി പഠിപ്പിക്കാനായിട്ട് പോകും. എന്നിട്ടും നമുക്ക് ആ ഒരു ജോബിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല, കുറെ കടമ്പകളുണ്ട്, അത് ആ ജോബിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ചെയ്തു മോണ്ടിസോറിയുടെ കോഴ്സ്. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പോസ്റ്റിംഗ് നല്ല രീതിയിൽ നമുക്ക് വളരെ സന്തോഷമാണ്. കുഞ്ഞു കുട്ടികളല്ലേ, അവർ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. എപ്പോഴും സംശയം ചോദിക്കും, ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ വന്ന് ചോദിക്കുമ്പോ കുഞ്ഞു കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നല്ല രസം ആൻസർ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും അതേപോലെ ആവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ കയ്യിലുള്ള അറിവ് കുറച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു നോക്കുക, അത് നിങ്ങളെ എന്ത് ചെയ്യും, വളർത്തും. എന്നിട്ടും ഈ വല്യമ്മ എന്റെ വല്യമ്മ പറയില്ലേ, ആ വല്യമ്മ പറഞ്ഞു, നീ ഇത്രയും പഠിപ്പിച്ചിട്ടും എന്ത് കാര്യ, ഇവിടേക്ക് ഒരു ഉപകാരം ഇല്ലല്ലേ, വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് ഒരു ഉപകാരം ഇല്ലല്ലേ. ഞാൻ വിചാരിച്ചു ഇതിന്റെ നേച്ചർ ഇങ്ങനെയാണ്, വിട്ട് നമ്മള് അത് ക്ഷമിച്ചു കളയാം. ഒന്നും പറഞ്ഞില്ല കേട്ടോ, പ്രതികരിക്കാനൊന്നും പോകില്ല. ഞാൻ എന്തായാലും പിന്നെ മൈൻഡ് ചെയ്യില്ലാതെ ഉള്ളൂ, നമ്മളത് കേക്ക് വെറുതെ ചെയ്തുകൂടെ കളയാത്തേ ഉള്ളൂ. ഓക്കെ, അതേപോലെ നിങ്ങൾ ഓരോരുത്തരും കുറെ പേര് കുത്തിയിട്ടൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിലിരിക്കാണ്, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയില്ലേ, അതെല്ലാം മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ഒരു സർവീസ് കൊണ്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റില് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് സാറും അതേപോലെ തന്നെ മാമൊക്കെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ്. നമ്മൾ വിചാരിക്കും നിസ്സാരല്ലേ എന്ന്, പക്ഷെ അല്ല, ഇവരുടെ ബാക്കിലുള്ള സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ് എന്നാണ്. ഓക്കെ, തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞില്ല അല്ലേ, സോറി, ഞാൻ ആ തോട്ട് പറഞ്ഞോടാ. Education is the key to unlock the golden door of freedom. George Washington Carver. ഓക്കെ, ഓക്കേടാ. ഓക്കെ,
ഞാനിപ്പോ പറഞ്ഞത് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ നമുക്കറിയാം, ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ ഇത്രയും എഫേർട്ട് എടുത്ത് നിൽക്കും. എല്ലാവർക്കും ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവർ കാണിക്കുന്ന ഒരു എഫേർട്ട് നമ്മൾ എല്ലാവരും കാണണം. അപ്പോ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഫസ്റ്റ് എയ്ഡ് എന്നാണ്. എന്താണ് ഫസ്റ്റ് എയ്ഡ്? നമ്മള് ഒരു ആക്സിഡന്റ് പറ്റി, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ആദ്യം കൊടുക്കുന്ന ആ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് നമ്മൾ ആ ഒരു ആക്സിഡന്റ് പറ്റി. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ. ആക്സിഡന്റ് പറ്റി ഫസ്റ്റ് അവേഴ്സ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് 1 hour അല്ലെങ്കിൽ ഫസ്റ്റ് അവേഴ്സ് ആക്സിഡന്റ് പറ്റി ഉടനെയുള്ള ആ മണിക്കൂറുകളാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ജീവൻ നിലനിർത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന അവറാണ് ഇത് ഈ ഫസ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന എഫേർട്ടാണ് ആ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ ആരും കണ്ടില്ല, ബൈക്ക് മറന്നു വീണ് നടക്കുമ്പോൾ ആളെ കണ്ടില്ല, ആളവിടെ എന്താണ് ബ്ലഡ് ലോസ് ആയി മരണം സംഭവിച്ചു. അല്ല, ആക്സിഡന്റ് പറ്റി ആ സമയത്ത് തന്നെ നമ്മൾ അയാളെ കാണി ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിന്റെ ജീവൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡ്? നമ്മൾ കൊടുക്കുന്ന ആക്സിഡന്റോ എന്താവട്ടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞോടാ മാം, എന്റെ ടെക്സ്റ്റില് യൂണിറ്റ് 5 എന്ന് പറയുന്ന പാഠമേ ഇല്ല ചാപ്റ്റർ ടെക്സ്റ്റില്. ആണോ? യൂണിറ്റ് 4 കഴിഞ്ഞിട്ട് യൂണിറ്റ് 6 ആണ് കാണിക്കുന്നത്. അതിന് താഴെ യൂണിറ്റ് 4 താഴെ ആയിട്ട് ഏതെങ്കിലും പോർഷനിൽ പ്രിന്റ് വന്നിട്ടുണ്ടോ നോക്കൂ. ഇല്ല മാം, 18ാമത്തെ പേജ് കഴിഞ്ഞിട്ട് പിന്നെ 23 കാണിക്കുന്നത്. 18ാമത്തെ കഴിഞ്ഞിട്ട് 23 ഫസ്റ്റ് എയ്ഡിന്റെ ഫുഡ് ചാപ്റ്റർ മിസ്സിംഗ് ആണ്. ഓക്കെ, അതെ. മോള് കാര്യം ചെയ്തേ, മോന്റെ നമ്പർ പറഞ്ഞേ, മെസ്സേജ് അയച്ചാൽ മതി നമ്പർ. സൗമ്യ എന്നല്ലേ പേര്? സുമയ്യ. ഓക്കെ ഓക്കെ. സുമയ ജാഫർ. ഒന്ന് മെസ്സേജ് അയച്ചേക്ക് നമ്പർ. ഞാൻ പേഴ്സണൽ ആയിട്ട് മെയിലിലേക്കോ അല്ലെങ്കിൽ ഈ മെസ്സേജ് വിളിച്ച് വിടുന്ന ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിച്ചോളാം കേട്ടോ. നമ്പർ പറഞ്ഞോടാ, നമ്പർ അയച്ചോ കേട്ടോ. 84801892. ഓക്കെ, ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയാട്ടോ ഞാൻ. അതേപോലെ തന്നെ മോനൊന്ന് ടെക്നിക്കലിന്റെ നമ്പർ ഉണ്ടല്ലോ, അവിടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാം. ഞാൻ ഇവിടെ നിന്ന് ചാപ്റ്റർ സെൻഡ് ചെയ്യാൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേരാണ് ഫസ്റ്റ് എയ്ഡ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കുട്ടികൾ ആക്സിഡന്റ് പറ്റുന്നത് അവിടെ എന്താണ് ഒരു കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് കുട്ടികൾ തമ്മിൽ അടിപിടിയായി ആക്സിഡന്റ് പറ്റാന്നുള്ളത് ചിലപ്പോൾ ഒന്ന് തെന്നി വീണേക്കും കാലൊക്കെ പൊട്ടി ചോരയൊക്കെ കുറിച്ചേക്കും വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളോ ചെറിയ കല്ലോ എന്തെങ്കിലുമൊക്കെ തട്ടി വീണ് ഇതേപോലെ തന്നെ എപ്പോഴും ആക്സിഡന്റുകൾ കണ്ടിന്യൂസ് എപ്പോഴും നടക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂളുകൾ എന്ന് പറയുന്നത്. ഒരു ആക്സിഡന്റ് നടക്കാന്ന് വെച്ചാൽ അവിടെ നാച്ചുറൽ ആണ്. അപ്പോ നമ്മൾ ഓരോ ടീച്ചേഴ്സും നമുക്ക് അറിയണം ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം, എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നല്ല എന്ത് ചെയ്യണം, ധാരണ വേണം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ എന്തൊരു ആക്സിഡന്റ് പറ്റിയാലും നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അറിവുണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കേടാ, നോക്കാം. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഹാവ് ആൻ ആക്സിഡന്റ് ഇൻ എ സ്കൂൾ. നമ്മളുടെ നാച്ചുറൽ ആണ് എന്ത് ആക്സിഡന്റ് സംഭവിക്കുക എന്നുള്ളത് നാച്ചുറൽ ആണ്, നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് റിക്വയർ ദാറ്റ് ബിഫോർ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ക്യാൻ ബി പെർസ്യൂഡ്. നമുക്ക് ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആക്ച്വൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സംതിങ് ഹാസ് ടു ബി ഡൺ ടു ഇൻജുറി. അങ്ങനെ ഇൻജുറി പറ്റിയ വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആ ഇൻജുറിയുടെ ആ വ്യാപ്തം കുറയ്ക്കാനായിട്ട് മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കെട്ടിവെക്കാനെങ്കിലും പറ്റണം. അങ്ങനെ കൊടുക്കുന്ന ആ ട്രീറ്റ്മെന്റിനെ ഫസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ്. ഇങ്ങനെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഈസ് നോട്ട് ഓൺലി എ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നും അല്ല, ഇറ്റ് ഈസ് എ റിലീഫ്
ഒരു ആശ്വാസമാണ്. ഗിവൺ ടു ദ പേഷ്യന്റ് ബിഫോർ ദ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ബൈ ദ ഡോക്ടേഴ്സ് മെയ്ഡ് അവൈലബിൾ. നമ്മൾ ഡോക്ടറുടെ അടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പായിട്ട് ആ പേഷ്യന്റിന് കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ ഓൺ ദ സ്പോട്ട്. ആ സംഭവം നടന്ന സ്ഥലത്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഓൺ ദ സ്പോട്ട് ആണ്. ആ സ്ഥലത്ത് വേണം നമ്മൾ കൊടുക്കാൻ. ബിഫോർ ദ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ഈസ് റീച്ച്ഡ്. നമുക്ക് ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് കൊടുക്കുന്ന സ്പോട്ടിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ശരിക്കും പറഞ്ഞാൽ ഒരു റിലീഫ്സ് ആണ്. ഒരു പേഷ്യന്റ് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു റിലീഫ് ആണ് എന്താ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ അല്ലെങ്കിൽ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കുന്ന ഒരു ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. ഞാൻ ഫസ്റ്റ് എയ്ഡ് എടുത്തു, ഒരു പാമ്പ് കുത്തിയിട്ട് മുറിവൊന്ന് കെട്ടിവെച്ചെന്ന് പറഞ്ഞാൽ മുകളിലും താഴെ ഒന്ന് നല്ല മുറുക്കി കെട്ടിവെച്ചു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോവാതിരിക്കോ? പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നല്ലാത്ത ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിലീഫ് മാത്രമാണ്. നമുക്ക് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു റിലീഫ് മാത്രമാണ്. ഇനി നമ്മള് സ്കൂളുകളിൽ എപ്പോഴും ആക്സിഡന്റുകൾ സംഭവിക്കുന്നു പറഞ്ഞു. അപ്പൊ സ്കൂളിൽ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് വേണ്ടേ? ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമുക്ക് ആ മുറിവുകളൊക്കെ ഒന്ന് വെച്ച് കെട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് നമുക്ക് കമ്പൽസറി ആയിട്ട് സ്കൂളുകളിൽ വേണം. സ്കൂൾ ആർ എക്സ്പെക്ടഡ് ടു കീപ് ആൻ ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അപ്പോ നമ്മള് സ്കൂളുകളിൽ ഒരു ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്? നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ട് ബോക്സിൽ ഒരു പ്ലസ്, അങ്ങനെയാണല്ലോ ഫസ്റ്റ് എയ്ഡിന്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് റെഡ് കളറിലെ ക്രോസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കി നോക്കാം. The service of the nursing assistant should be made available. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റുകളിൽ ഇവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ടാവും. അവരുടെ സർവീസ് നമുക്ക് അവൈലബിൾ ആക്കാം. The following are the essential to be included in first aid kit. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തെല്ലാം എസെൻഷ്യൽസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞു നോക്കി. താഴെ നോക്കണ്ട, അല്ലാതെ എന്തെല്ലാം എമർജൻസി ആയിട്ടുള്ള ടാബ്ലറ്റുകൾ, പനിയുടേത്, വയറുവേദനയുടേതൊക്കെ. പിന്നെ വേദനക്കുള്ള മുറിവിന് പുരട്ടണ അങ്ങനത്തെ ഓയിൽമെന്റുകള്, കോട്ടൺ സ്പോഞ്ച്, ബാമ്, കുട്ടികളെ ഉള്ളിയാലൊക്കെ പറ്റുന്ന പൊള്ളിയാൽ പറ്റുന്ന ഓയിൽമെന്റിനെയാണ് നമ്മൾ തെർമോമീറ്റർ, BP ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ആവി പിടിക്കുന്ന ഇൻഹേലേറ്റർ, റോളർ, ബാൻഡേജ്. ഓക്കെ, നമുക്കിനി ഓരോന്ന് വായിച്ചു നോക്കിയാലോ? അശ്വതി ഒന്ന് പറയട്ടോ, ഓരോന്ന് വായിക്കാം കേട്ടോ. ഞാൻ ഇമേജ് ഇടാം. അപ്പൊ അശ്വതി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോന്ന് പറയാം, ഓരോന്ന് എടുത്ത് പറയും. ഫസ്റ്റത്തെ പോയിന്റ്, വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഞാൻ പറയാം മാം. കോട്ടൺ ബോൾ, അതാണ് മാം. മ്യൂട്ട് ചെയ്തോട്ടെ. വേറെ ആരെങ്കിലും പറഞ്ഞോ? കാരണം ഇതൊന്നെ ഭയങ്കര എക്കോ തോന്നുന്നുണ്ട്. വേറെ ആരാണ്? ഞാൻ പറയട്ടെ. ഓക്കെ എടാ പറഞ്ഞോ കേട്ടോ. ഇതെന്താണ്? ഒരു ഓണാക്കുമ്പോ ഭയങ്കര എക്കോ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ പറയാന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞോട്ടെ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കോട്ടൺ ബോള്, സെക്കൻഡ് ടാപ്പ്, തേർഡ് വൺ ബ്രഷ്. ഓക്കെ, ബ്രഷ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാം. ഫോർത്ത് റോളർ ബാൻഡേജ്. ഓക്കെ, റോളർ ബാൻഡേജ് നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇതാണ് റോളർ ബാൻഡേജ്, എന്തെങ്കിലും ചതവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുന്ന ബാൻഡേജുകളാണ് എന്താ റോളർ ബാൻഡേജ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ?
കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡില് ബ്രഷ് എന്ന് പറയുന്നത് ഏത് ബ്രഷ്? എന്താണ് ജോയിന്റ് പെയിന്റ് വരുമ്പോഴേ നമ്മള് വരുമ്പോൾ നെക്സ്റ്റ് സേഫ്റ്റി പിന്നാണ്, അത് നിങ്ങൾക്കറിയാലോ. നെക്സ്റ്റ് വായിച്ചോടാം. Next safety pin. Third, sixth one, triangular bandage. 1 മിനിറ്റ് നിർത്തിക്കോ. ട്രയാങ്കുലർ ബാൻഡേജ് ചിലവർ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബാൻഡേജ് ആണ്. നോക്കട്ടെ, ഇതേപോലെ ഇരിക്കും. ട്രയാങ്കുലർ ബാൻഡേജ് ഇട്ട് അപ്പൊ കൈക്കൊക്കെ എന്തെങ്കിലും ഭയങ്കര ഒടിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അനക്കാൻ പറ്റില്ലാത്ത ആൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബാൻഡേജ് കെട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് എന്താണ്? 7th, needle. നീഡിൽസ്. ഓക്കെ, നീഡിൽസ് അറിയാലോ. മാം, പിന്നെ ബ്രഷ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രഷ് എന്ന് പറയുന്നത് എന്തെങ്കിലും നമുക്ക് എന്താ പറയാ, മുറിവ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു സ്ഥലം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ഭയങ്കര അഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ്, അതായിട്ട് ഉദ്ദേശിക്കുന്നത്. 8th, scissors. അറിയാലോ. 9th, olive oil. അതും അറിയാലോ. ഒലിവ് ഓയിൽ എന്ന് വെച്ചാല് മുറിവിനൊക്കെ, മുറിവല്ല കേട്ടോ, പൊള്ളലിനൊക്കെ അത്യാവശ്യം നല്ലതാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. 10th, tweezers. ടീച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇമേജ് നോക്കി നമുക്ക് വല്ല മുള്ളോ അല്ലെങ്കിൽ ആണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാലമൊക്കെ കയറാണെങ്കിൽ നമുക്ക് ഈ സംഭവം വെച്ച് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്ത് മാറ്റാനായിട്ട്. കുപ്പിച്ചിലൊക്കെ കാലമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആ ഇമേജ് കണ്ടിട്ടുണ്ടല്ലോ, കണ്ടോ? ഈ ഒരു ഇമേജിലെ പ്രൈസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഇമേജ് മാത്രം ഉദ്ദേശിച്ചു. 11th, Boriclint. അത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണുന്ന മുറിവൊക്കെ വരുമ്പോ ക്ലീൻ ചെയ്യുന്ന ഒരു ലോഷനാണ്. അല്ല, ബ്രോണിക്ലിന്റ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണെന്ന് തോന്നുന്നു. 1 മിനിറ്റ് കേട്ടോ. അതൊരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണോ. ബ്രോണിക്ലിന്റ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ് ബ്രോണിക്ലിന്റ് എന്ന് പറയുന്നത്. മരുന്നും കൂടി ഉള്ള ഒരു ടൈപ്പ് ബാൻഡേജ് ആണ് അത്. അതിൻ്റെ ഉള്ളിൽ മരുന്നും കൂടി ഉണ്ടാവും. 12th, splinter. ഇതുണ്ടോ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആണിയോ മുള്ളോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിന്റേഴ്സ്, ആ ഒരു ടൈപ്പ് സാധനം ഇങ്ങനെ ഉള്ളിലേക്ക് ആണി കയറിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അത് പുറത്തേക്ക് എടുക്കും. നമ്മുടെ കൈയിലേക്ക് ആണി അല്ലെങ്കിൽ മുള്ളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് അത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പ്. ഓക്കെ, പിന്നെ ഏതാണ്? 13 salt. അതൊക്കെ സോൾട്ട്, ഉപ്പാണ്. ചിലർ തലയിറങ്ങി വീഴുമ്പോൾ നമുക്ക് വെള്ളം പ്രഷർ കുറഞ്ഞാന്ന് വിചാരിച്ച് ഉപ്പിട്ട് വെള്ളം കൊടുക്കാറുണ്ട്. അതാണ്. 14 carbolic acid. അത് ഫിനോയില്, ഡെറ്റോള് ഒക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി, മുറിവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 15 sodium bicarbonate. അതൊരു കെമിക്കൽ ആയിട്ടാണ്. അത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യാൻ. 16 vinegar. നെക്സ്റ്റ് വിനെഗർ എനിക്ക് തോന്നുന്നു എന്തിനാണ്, മുറിവ് പൊള്ളലൊക്കെയാണ് തോന്നുന്നു അതിനെ യൂസ് ചെയ്യുമെന്ന് പറയണത്. പക്ഷെ എനിക്ക് വ്യക്തമായ ധാരണയില്ല കേട്ടോ. വിനെഗർ നമുക്കറിയാതെ ചൊറുക്കിയാണ്. പിന്നെ സ്പൂണ്. 18 tincture or iodine. ടിൻചർ എന്നൊക്കെ പറയണത് നമ്മള് ചില കഷായങ്ങളൊക്കെയാണ് ടിൻചർ എന്ന് പറയാറ്. പിന്നെന്തുവാ നമ്മള് ടിൻചർ എന്ന് പറഞ്ഞ കഷായമാണ് തോന്നണം. ഓക്കെ, കഷായങ്ങളെ തന്നെയാ പറയുന്നത്. അതേപോലെ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാവില്ല, വല്ല കുഴമ്പുകളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ടിൻചർ എന്ന് പറയുന്നത്. ഈ നമുക്കൊക്കെ മാം ടിൻചർ പറഞ്ഞാൽ നമ്മുടെ മുറി വന്ന് വെച്ചാൽ അതിൽ ഒഴിച്ച് വാഷ് ചെയ്യണതല്ല മാം ഈ ടിൻചർ പറയണത്? അങ്ങനെ ആയിരിക്കാം. രണ്ട് ടൈപ്പ്. അതെ മാം, അതങ്ങനെ. ഓക്കെ മാം. കഷായം
അതേപോലെ ലോഷൻസ് ഒക്കെ ഉണ്ടാവൂലേ, അതിനെയും പറയാം ടീച്ചർ. ഓക്കെ, ഇത്രയും ഐറ്റംസ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ, നമ്മുടെ വീട്ടിലിപ്പോ കുട്ടികൾക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന ടൈപ്പ് എന്താണ് ഐറ്റംസുകൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ആവശ്യമുള്ള ഐറ്റംസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അടുത്ത നെക്സ്റ്റ് ചൊവ്വാഴ്ചക്കുള്ളിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യണം, അത് പ്രസന്റ് ചെയ്യണം. ഇങ്ങനെ ഐറ്റംസ് ആണ് മാം ഞങ്ങള് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ കൊണ്ടുവന്നത്. ഒരു ബോക്സ് എടുക്കുക, അത്യാവശ്യം വലിയ ബോക്സ് വേണ്ട, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോക്സ് എടുക്കുക. ദെൻ നിങ്ങളൊരു ക്രോസ് എന്ത് ചെയ്യുക, അതിൽ പ്ലേസ് ചെയ്യുക. ദെൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, പാരസ്റ്റമോള്, അതേപോലെ എന്താ പറയാ കോട്ടൺ വൂള്, ടേപ്പ്, ആന്റിസെപ്റ്റിക് ക്രീംസ്, അലവേറ ജെല്ലൊക്കെ നമ്മുടെ മുറിവൊക്കെ സംഭവിക്കുമ്പോൾ പറ്റുന്നത് നല്ലതാണ്. മുറിവല്ല, പൊള്ളലൊക്കെ സംഭവിക്കുമ്പോൾ പറ്റുന്നത് നല്ലതാണ് കേട്ടിട്ടുണ്ട് കേട്ടോ. പൊള്ളലാണ് ഡെറ്റോള് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ. നിങ്ങൾ ഓരോ ഫാമിലിയിലും ഇമ്പോർട്ടന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇൻഹീലർ ഒക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഇൻഹീലർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ORS നല്ലതാണ്, അതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ആന്റിസെപ്റ്റിക് ക്രീം വെച്ചിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെക്കുന്ന സ്ഥലം ഫ്രിഡ്ജിന്റെ മേലെ. അപ്പൊ ഫ്രിഡ്ജ് ആവുമ്പോൾ എല്ലാവർക്കും അക്സസ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് ഡെറ്റോൾ സേഫ്? ഡെറ്റോൾ സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഡെറ്റോൾ ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് ഡെറ്റോൾ നല്ലതാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടറോട് ചോദിച്ചപ്പോ പറഞ്ഞത്, തറയിലത്തെ കഴുക്കൊക്കെ പോകാൻ നല്ലതാണ്, അവിടെ തണുപ്പൊക്കെ പോകും എന്നാ പറഞ്ഞത്. ചെയ്യാനാണോ പറഞ്ഞത്? അത് നമ്മുടെ വീട്ടിൽ കീപ്പ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ചെയ്ത് പ്രസന്റ് ചെയ്യണം ക്ലാസ്സിൽ. മാം അത് ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനാണോ നമ്മൾ ഒറിജിനൽ ഇത്? എനിക്കത് മനസ്സിലായി. വെച്ച് ചെയ്യാനാ പറഞ്ഞത്. ഒറിജിനൽ ഐറ്റംസ് നമ്മളത് ഫസ്റ്റ് എയ്ഡ് സെറ്റ് ചെയ്ത് കാണിക്കണം, അങ്ങനെയല്ലേ? ക്ലാസ്സിൽ സെറ്റ് ചെയ്തത് കാണിക്കണം. ഓക്കെ, ഒറിജിനൽ ഐറ്റംസ് എല്ലാവരും ചെയ്യാലോ അല്ലെ, ഡെയിലി യൂസ് ചെയ്യണ മെഡിസിൻ ഒക്കെ മെഡിസിൻസ് ഒക്കെ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇൻഹൈലർ യൂസ് ചെയ്യാം. ഇൻഹൈലർ വെക്കാൻ പറ്റുമോ? നമ്മുടെ ശ്വാസം കൊടുക്കില്ല. ഇൻഹൈലർ ഒക്കെ വയ്ക്കാം. ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, വിദ്യയുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട് കേട്ടോ ഓൾറെഡി. എന്റെ വീട്ടിലുണ്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഞങ്ങൾ ഫ്രിഡ്ജിന്റെ മേലെ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഐറ്റംസ് ഒക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. എപ്പോഴാണ് അടുക്കളയിലാണല്ലോ എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്നത്, എപ്പോഴും എനിക്ക് മറ്റേ പൊള്ളലാണ്, കൈ കൊള്ളും. അപ്പൊ പെട്ടെന്ന് പോയിട്ട് ആന്റിസെപ്റ്റിക് ക്രീമിന്റെ അടുത്ത് പറ്റണമെങ്കിൽ അടുത്ത് തന്നെ വേണമല്ലോ. അപ്പൊ ഫ്രിഡ്ജിന്റെ മുകളിലാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ചിരിക്കുന്നത്. കൊച്ചാണെങ്കിൽ പോലും അതെടുത്തുകൂടെ തരും നമുക്ക്. എന്റെ വീട്ടിലും കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് മാം. അത്യാവശ്യം ഒരു മുറിവ് സംഭവിച്ചാൽ, ഒരു പൊള്ളൽ സംഭവിച്ചാൽ, അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങള്. ഓക്കെ, ബാക്കി കുറച്ച് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഈ പറഞ്ഞതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അത് വേണമെന്ന് തോന്നണമെങ്കിൽ കുറച്ച് ഐറ്റംസ് കൂടി ആഡ് ചെയ്ത് ഒരു നല്ലൊരു ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്താണ് ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്. എന്തെല്ലാമാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് എന്നാ പറയുന്നത് കേട്ടോ. ടു ഗീവ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റന്റ്ലി അറ്റ് ദ ടൈം ഓഫ് നീഡ്. ഫസ്റ്റ് എയ്ഡ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് ആവശ്യമുള്ള സമയത്ത് കറക്റ്റ് ടൈമിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ടു കണ്ടെയ്ൻ ഓൾ ദ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് എല്ലാം വേണം. ടു റിമൂവ് ദ കോസ് ഓഫ് ഇഞ്ചുറി ടു ദ പേഷ്യന്റ്. അങ്ങനെ ഒരു ഇഞ്ചുറി വരും എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ആ ഒരു കാരണം ഒഴിവാക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ടു കൺട്രോൾ ദ ബ്ലീഡിങ് ഫ്രം ഇഞ്ചുറി. നമ്മുടെ മുറിവിൽ നിന്ന് ബ്ലീഡിങ് സംഭവിക്കുകയാണെങ്കിൽ ആ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. To check the respiration of the patient and to restart it by artificial method. നമുക്ക് റെസ്പിറേഷൻ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ അയാൾ ശ്വസിക്കുന്നുണ്ടോ നോക്കാം. ഇനിയിപ്പോ ശ്വാസം എടുക്കണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ മെത്തേഡ് വഴി കൃത്രിമ ശ്വാസം കൊടുക്കാം. ടു കവർ ദ വൂണ്ട് ഓഫ് ഇഞ്ചുറി. ആ മുറിവ് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കാം. ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് നോർമൽ ലെവൽ. നമ്മൾ പേഷ്യന്റ് ടെമ്പറേച്ചർ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് ആണ്. സോ നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് എന്താണ്, ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് എന്ന സ്കൂൾ എന്താണ്, ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ്, ഇത്രയൊന്ന് വായിച്ചേ.
വായിച്ചു നോക്കിയോ? Yes, ma'am. ഓക്കേടാ, ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടാ. സെക്കൻഡ് പോയിന്റോ, ടു കണ്ടെയ്ൻ ഓൾ ദ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന്? എത്ര എണ്ണമാണ്? 18 എണ്ണം. അത് കൂടാതെ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് വേണം എന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസും കൂടി നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടാ. ഇനി നമ്മള് ഓരോ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ആദ്യം പറയുന്ന ഫെയിന്റിംഗ് ആണ്. ഫെയിന്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവോ? തലകറക്കം എന്നാണ് പറയുന്നത് കേട്ടോ. ഫെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാള് ബോധക്ഷയം സംഭവിക്കുക, തല കറങ്ങി വീഴുക, ബോധക്ഷയം, ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോ നമ്മള് ശരിക്കും പറഞ്ഞ ഫെയിന്റിങ്ങില് നമ്മുടെ ബ്രെയിനിലേക്ക് കറക്റ്റ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കുമ്പോൾ, ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് കറക്റ്റ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നത്? ഒരാൾ തലകറങ്ങി വീഴുന്നത് അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കുന്നത്. അപ്പോ സംടൈംസ് ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യും? സ്വബോധത്തിലേക്ക് വരും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മൾ ആ വീഴുമ്പോ ചിലപ്പോൾ വല്ല കല്ലുമിളിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ കൂർത്ത സ്ഥലത്തേക്കൊക്കെയാണ് വീഴുന്നത്. വല്ല ഗ്രാനൈറ്റിലേക്കൊക്കെ തലടിച്ച് വീഴുകയാണെങ്കിൽ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്തൊരു സംഭവം ഉണ്ടായി. ഇപ്പൊ ഞാൻ ഈ പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എനിക്ക് തോന്നുന്നു 35 years അത്രയുള്ള ഒരു ചേട്ടൻ ബാത്റൂമിൽ കുളിക്കാനായിട്ട് കയറി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഷർ കുറഞ്ഞു പോയി. ആ സമയത്ത് അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിച്ച് തല പോയി അടിച്ചു വീണത് നമ്മള് ടോയ്ലറ്റിന്റെ ഇതിലേക്കായിരുന്നു. ടോയ്ലറ്റിന്റെ അതില് ക്ലോസറ്റിലേക്ക് തല അടിച്ചു വീണു. കുറെ നേരം കഴിഞ്ഞിട്ടും ബാത്റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ അനിയൻ ഉണ്ടായിരുന്നു. അനിയൻ ഡോറ് ചവിട്ടി പൊളിച്ച് തുറന്നു നോക്കിയപ്പോ ചേട്ടൻ ബോധം കെട്ട് കിടക്കണ കണ്ടത്. സോ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് നേരെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ആളുടെ ഏകദേശം 90% ആളില്ല. 10% ജസ്റ്റ് വെന്റിലേറ്ററിൽ വഴി അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ പറ്റുന്നത് പറഞ്ഞു. അവര് 2 weeks നോക്കി തിരിച്ച് സ്വബോധത്തിലേക്ക് വരും എന്ന് നോക്കി. ദെൻ അവർ ഓക്സിജൻ കൊടുക്കുന്നത് നിർത്തി. അനുസരിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര ഒരു നമുക്കൊരു പെട്ടെന്ന് ഒരാള് ഇത്രയും നാള് ഓടിച്ചാടി നടക്കുന്ന ആളാണ് പെട്ടെന്ന് ബാത്റൂമിൽ തലറിഞ്ഞു വീണു എന്ന് പറഞ്ഞു. നോക്കി തലയ്ക്ക് ചെറിയ മുറിവെന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരന്റെ ചേട്ടനാണ് ഈ പറഞ്ഞ ആള്. അനിയൻ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. അത് അവർക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. എപ്പൊ വേണമെങ്കിലും ബോധക്ഷയം ഉണ്ടാവാം. ബോധക്ഷയം ഉണ്ടായാൽ നമ്മൾ സ്വബോധത്തിലേക്ക് പെട്ടെന്ന് വരും. പക്ഷെ നമ്മുടെ കൂടെ ആരും ഇല്ലാത്തൊരു സമയത്താണ് നമുക്ക് ബോധക്ഷയം സംഭവിക്കുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സിഡന്റ്സ്, ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. തല കറങ്ങാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? അവിടെ ഉള്ള സ്ഥലത്ത് തന്നെ ഇരുന്നു, നിലത്തിരുന്നു, കുഴപ്പമൊന്നുമില്ല. അവിടെ നിലത്തിരിക്കുക. എന്നിട്ട് കുഴപ്പമില്ല, എനിക്ക് തലകറക്കം മാറി, ഞാൻ സ്വബോധത്തിലേക്ക് വന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എഴുന്നേറ്റ് പുറത്തേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ ബാത്റൂമിലാണെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുക, പെട്ടെന്ന് ഇരിക്കുക.
നമ്മൾ ഇരിക്കുക. അല്ലാതെ ഇരിക്കുമ്പോ നമുക്ക് ഇരിക്കുന്നോടൊന്നും ഒന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നിൽക്കുമ്പോ ഒന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോ എവിടേക്കാണ് വീഴുന്നതെന്നൊന്നും ആ സമയത്ത് ബോധമില്ലാലോ, ആ സമയത്ത് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മള് കുട്ടികളൊക്കെ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒരു കാര്യം ഇൻസ്റ്റന്റ് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ സീരിയസ് ആക്കി ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ കുട്ടികളൊക്കെ നമ്മള് അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോഴാണ് എപ്പോഴും തലകറങ്ങി വീഴുന്നത്. ചിലപ്പോ രാവിലെ ഭക്ഷണം കഴിക്കാണ്ടായിരിക്കും വന്നത്. എപ്പോ അസംബ്ലി വെച്ചാലും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒരു കുട്ടിയെങ്കിലും തലകറങ്ങി വീണിട്ടുണ്ടാവും. കാരണം പെട്ടെന്ന് അവരെന്താണ് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സ്റ്റോപ്പ് ആവാണ്, ഹാർട്ട് പമ്പ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരാണെങ്കിൽ ഫെയിൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓടി കൂടി എല്ലാവരും കൂടി എല്ലാ കുട്ടികളും ടീച്ചർമാരൊക്കെ കൂടി ഒരുമിച്ച് കൂടും. അപ്പൊ ഞങ്ങള് അങ്ങനെ തലകറങ്ങി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ പെട്ടെന്ന് ക്രൗഡ് ചെയ്യുന്ന അവിടെ ക്രൗഡ് ചെയ്യുന്ന പുറത്തേക്ക് എടുക്കാനാണ്, പുറത്തേക്ക് മാറ്റാണ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് എല്ലാ പിള്ളേരോടും പറയും ക്ലാസ്സുകളിലേക്ക് പോകും. കാരണം എന്താണ്, ആ സമയത്ത് നമ്മളിങ്ങനെ ഒത്തുകൂടി നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആവശ്യത്തിന് ഓക്സിജൻ ബോഡിയിലേക്ക് എടുക്കാൻ പറ്റില്ല, ശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ മറ്റുള്ളവരെന്ന് അവിടെ നിന്ന് കുറച്ച് മാറ്റി നിർത്തി നമ്മൾ കുറച്ച് ഓക്സിജൻ കിട്ടുന്ന രീതിയിൽ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഫസ്റ്റ് തന്നെ ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ കുട്ടി സ്വബോധത്തിലേക്ക് വരും. നമുക്ക് നോക്കാം കേട്ടോ. ഫെയിന്റ് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമില്ല, 2-3 മിനിറ്റോ അല്ലെങ്കിൽ നമ്മൾ ബോധക്ഷയം സംഭവിക്കുന്നു, തിരിച്ച് സ്വബോധത്തിലേക്ക് വരുന്നു, കോൺഷ്യസ് ആവുന്നു. പക്ഷെ ഫെയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഇഞ്ചുറി ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ വീഴുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ടായിരിക്കും. When the brain does not get enough blood and the heart does not function properly, a person may faint. നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എത്താതെ വരികയും നമ്മുടെ ഹാർട്ട് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഒരാൾ എന്ത് സംഭവിക്കും, തലകറക്കം സംഭവിക്കും. Sometimes severe pain or injury can be also caused by fainting. നമ്മളിപ്പോ തലകറങ്ങി വീഴുമ്പോൾ ചില സമയത്ത് പെയിൻ ഉണ്ടാവും, വീഴുമ്പോൾ ആ ഒരു ചതവ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. The face will become plain. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് വെളുക്കും, വിളറിയ മുഖമായിരിക്കും. നമ്മുടെ കണ്ണിലേക്ക് എങ്ങനെയാണ് ഇരുട്ട് കയറുന്ന പോലെ. തലകറങ്ങിയിട്ടുണ്ട് മുമ്പ് നിങ്ങളെ ആരെങ്കിലും? Yes, ma'am. പറയണ്ടല്ലോ, കണ്ണിലേക്ക് എന്ത് കയറും, ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നും. ബസ്സിന്ന് തലകറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഞാൻ എനിക്ക് ബ്ലഡ് കുറവാണ്. 7ാം ക്ലാസ് വരെ അസംബ്ലിയിൽ തല ഇറങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ. നോർമലി ബ്ലഡ് കുറവാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ പിള്ളേരെന്നെ വീട്ടിൽ കൊണ്ടുവിട്ടതായിരുന്നു. എന്റെ ഒരു കസിൻ ബാത്റൂമിൽ കൈ കഴുകാനോ കാല് കഴുകാനോ എന്തിനു പോയ സമയത്ത് ആളിങ്ങനെ തല ചുറ്റിയിട്ട് പൈപ്പിന്റെ മുകളിലേക്കാണ് തലയിടിച്ചത്. എന്നിട്ട് ചെവി കൂടെ ഫ്ലൂയിഡ് വന്നു. എന്നിട്ട് വെന്റിലേറ്ററിലും ഞങ്ങള് പാതിയല്ല 90% ആള് പോയിണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് തിരിച്ചു കിട്ടി. ഇപ്പോഴും ആൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ആൾക്ക് കല്യാണം, അതിനുശേഷമാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം ഉറപ്പിച്ച സമയത്തായിരുന്നു ഇങ്ങനെ. പക്ഷെ അയാള് സമ്മതിക്കുകയൊക്കെ ചെയ്തു. ആള് ട്രീറ്റ്മെന്റിന് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുട്ടിയൊക്കെ ആയിട്ടോ, പക്ഷെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ടെൻഷൻ വേണ്ട. അതായത് ജോലിക്ക് പോകുമ്പോ ടെൻഷൻ ആവൂലോ നമ്മൾ ഓൾറെഡി. അപ്പൊ ജോലിക്കും പോകാൻ പാടില്ല, ഫോൺ ഉപയോഗിക്കുകയില്ല, ഞങ്ങൾ കോണ്ടാക്ടേ ഇല്ല. ഞാൻ പറഞ്ഞ കേസില് നമുക്ക് തിരിച്ചു കിട്ടിയില്ല ആള്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കണ്ണിലേക്ക് പെട്ടെന്ന് ഇരുട്ട് കയറാണ്, ഇനി തലകറങ്ങാൻ പോവാന്ന് എനിക്ക് ആദ്യമേ മനസ്സിലാവില്ല. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണോട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് വീടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, തലം നടിച്ച് വീടില്ല. അപ്പൊ നമ്മൾ സേഫ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെന്താണ്, the speed of breathing will be decreased. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിന്റെ സ്പീഡ് കുറയും, നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റാതെ ഓക്സിജൻ കിട്ടാണ്ടാവുമ്പോൾ ആൾക്കാർ തലകറങ്ങി വീഴാറുണ്ട്, ഓക്സിജൻ കുറയുമ്പോൾ. നമ്മൾ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? പീപ്പിൾ ഷുഡ് ബി ഗീവ് ഫ്രഷ് എയർ. നമ്മള് ആ തലകറങ്ങി വീണ ആളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി നല്ല അത്ഭുത ജീവിയിലുള്ള രീതിയിൽ നമ്മളെല്ലാവരും കൂടി ഈ കൂട്ടം കൂടി നിൽക്കും. അങ്ങനെ നിൽക്കരുത്. അയാൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടില്ല, ഫ്രഷ് എയർ കിട്ടില്ല. അപ്പൊ ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് എയർ കിട്ടുന്ന രീതിയിൽ മാറി നിൽക്കാം. കോൾഡ് എയർ ഷുഡ് ബി സ്പ്രിങ്കിൾഡ് ഓൺ ദ ഫേസ്. നമ്മുടെ മുഖത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം തെളിക്കുക. അപ്പൊ പേഷ്യന്റ് പെട്ടെന്ന് കോൺഷ്യസ് ആവും. The patient should be made to lie with the feet raised higher than the head. അപ്പൊ പാദങ്ങള് തലയേക്കാൾ ഉയർത്തി
കിടത്തണം. പാദങ്ങള് പൊക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ആ പേഷ്യന്റ് കുറച്ചുകൂടി ആശ്വാസം കിട്ടും. ക്ലോത്ത് ഷുഡ് ബി ലൂസ്. ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമുക്ക് തലകറക്കുമ്പോൾ വന്നു കഴിഞ്ഞു നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമുക്ക് ക്ലോത്ത് ഒക്കെ കുറച്ചൊന്നും എന്ത് ചെയ്യാം, ലൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ബ്ലീഡിങ് ആണ് കേട്ടോ പറയുന്നത്. ബ്ലീഡിങ് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ കാപ്പിലറിയിലോ ആർട്ടറിയിലോ വെയിനിലോ എന്തെങ്കിലും ചെറിയൊരു എന്ത് സംഭവിച്ചു, എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് സംഭവിച്ച അപ്പൊ ബ്ലീഡിങ് സംഭവിക്കും ഇല്ലേ? അപ്പൊ ആരായിരുന്നു ബ്ലഡ് കണ്ടാൽ തലറങ്ങി വീഴുന്ന ആള്? ഞാനുണ്ട് മാം. കാണാൻ പറ്റത്തില്ല, മാത്രല്ല ഓർമ്മയും പോവും. ബ്ലഡ് എന്ന് പറയുമ്പോ കാണാക്കില്ല. എന്താണ് എനിക്ക് എന്റെ ജോളി തലറങ്ങി വീഴും. എല്ലാവർക്കും ഉണ്ടാകും ബ്ലഡിന്റെ പ്രശ്നം. എനിക്കും എന്റെ മക്കൾക്കും ബ്ലഡ് കാണാൻ പറ്റത്തില്ല. പീരീഡ് ടൈം ആ ടൈം ആകുമ്പോ ഇപ്പോഴും ബ്ലീഡ് ആയി കഴിഞ്ഞാൽ തലകറക്കം വരും. എങ്ങും പോകാൻ പറ്റത്തില്ല, മരിച്ച് ജീവിക്കുന്ന പോലെ അത് കഴിയും ഇങ്ങോട്ട് എണ്ണീറ്റ് വരുന്നത്. ഇപ്പൊ അങ്ങനെ പേടിയില്ല കേട്ടോ. ഓക്കെ, ബ്ലഡ് കണ്ട തലകറങ്ങി വീഴുന്ന ഒരു ഫോബിയ ഏതാണ്? കാപ്പിലറി മീൻസ് നമ്മുടെ വെയിനും ആർട്ടറിയും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് കാപ്പിലറി എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ബ്ലഡ് കാണിച്ചു തരാം. ഇതാണോ കേട്ടോ? ഓക്കെ, നമ്മള് ഈ ഒരു ഇമേജില് ബ്ലൂ കളറിൽ കാണുന്നതാണ് വെയിൻ, ഇത് ആർട്ടറി ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് കാപ്പിലറി എന്ന് പറയുന്നത്. ഇവിടെ എവിടെയെങ്കിലും മുറിവ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ബ്ലീഡിങ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളില് ഭൂരിഭാഗം കുറച്ച് പേർക്കെങ്കിലും ബ്ലഡ് കണ്ടാൽ തലകറങ്ങി വീഴുന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ അതൊരു ഫോബിയാണ്, നമുക്കൊരു ഭയമാണ് ബ്ലഡ് കാണുമ്പോൾ ഉള്ള പേടി. അതുകൊണ്ടാണ് നമ്മൾ തലകറങ്ങി വീഴുന്നത്. എന്റെ അനിയത്തിക്ക് ഇതേ അസുഖമാണ്. ആള് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും ബ്ലീഡിങ്ങിനൊന്നും പീരീഡ്സിനൊന്നും പ്രശ്നമില്ല, അല്ലാതെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ തലകറങ്ങി വീഴും. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആളുടെ കൈ, സാധാരണ ആക്സിഡന്റ് പറ്റിയിട്ട് വേറെ ഒന്നും പറ്റില്ല, കൈയിലെ മുട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. കൈയിലെ മുട്ടൊന്ന് പൊട്ടി. അപ്പൊ ആ ഒരു വണ്ടി ഓട്ടോക്കാരൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വണ്ടി അവിടെ വീണു, തെന്നി വീണാണ്. ഓട്ടോ നിർത്തിയോണ്ട് പെട്ടെന്ന് അവള് എഴുന്നേറ്റിട്ട് കൈ നോക്കി കഴിഞ്ഞപ്പോ ചോരയുണ്ട്. ഓട്ടോയുടെ ഫ്രണ്ടിലേക്ക് തലർന്നു വീണു. അപ്പൊ ആൾക്കാരെന്താ വിചാരിച്ച, എല്ലാവരും കൂടി നിന്നിട്ട് ഈ ഓട്ടോക്കാരനെ വളർത്തി. ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഓക്കെ ഓട്ടോക്കാരൻ എനിക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. വോമിറ്റിംഗ് ചിലപ്പോ ഛർദിക്കും, ചിലപ്പോ ഇങ്ങനെ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുപോലെ ആകും. ആണ്. ചിലപ്പോ ബ്ലഡ് കാണുമ്പോൾ ഉള്ള പ്രശ്നമായിരിക്കും, ഫോബിയ ആയിരിക്കും, ബ്ലഡിനോടുള്ള പേടിയോ അതായിരിക്കും. ഓക്കെ, ബ്ലീഡിങ് സംഭവിക്കുകയാണെങ്കിൽ, ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന when there is some injury or cut in capillary artery vein, മെയിലോ ആർട്ടറിയിലോ കാപ്പിലറിലോ ഒക്കെ എന്തെങ്കിലും ഒരു എന്താ മുറിവ് സംഭവിക്കുക, ഇഞ്ചുറി സംഭവിക്കുക, കട്ട് സംഭവിക്കുകയാണെങ്കിലാണ് ബ്ലീഡിങ് ആവുന്നത്. ബ്ലീഡിങ് ആവുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കൈ ഇവിടെ ബ്ലീഡ് ആവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ താത്തിയിടുകയാണെങ്കിൽ ഇതുവഴി ബ്ലഡ് ഇങ്ങനെ ഒഴുകി ബ്ലഡ് ലോസ് ആവുമ്പോൾ എങ്ങാനും ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ കൈ എന്ത് ചെയ്യുക, ഉയർത്തി പിടിക്കുന്ന ഒറിജിനൽ പൊസിഷനിലേക്ക് വയ്ക്കാം. The injured part should be up above its original പൊസിഷനിലേക്ക് നിവർത്തി വയ്ക്കാം. Skin should be readjusted and washed with cold water. നമുക്ക് സ്കിന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം. പിന്നെ ടിഞ്ചറോ അയഡിനോ ഷുഡ് ബി അപ്ലൈഡ് ആൻഡ് ബാൻഡേജ്. ഓക്കെ, ടിഞ്ചർ അല്ലെങ്കിൽ അയഡിൻ ഷുഡ് ബി അപ്ലൈഡ് ആൻഡ് ബാൻഡേജ് റൈറ്റ്. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എല്ലാ ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. മുറിവിന് പറ്റുന്ന ഓയിൽമെന്റ്സോ അയഡിനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ചില എന്താണ് ബെർക്കാഡിൻ പോലത്തെ ഉണ്ടാവും, ബെർക്കാഡിൻ അതേപോലെ എന്താണ് മുറിവെണ്ണയാണ് പറ്റുന്നത്.
മുറിവേദനയാണ്. ഓക്കെ. അപ്പൊ എന്നിട്ട് ബാൻഡേജ് നല്ല രീതിയിൽ കൊടുക്കാം, ചെറിയ മുറിവാണെങ്കിൽ. ഇത്തിരി വലിയ മുറിവാണെങ്കിലോ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം ബ്ലഡ് പെട്ടെന്ന് ലോസ് ആയിട്ട് ആള് അൺകോൺഷ്യസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ പറയുന്നതിൽ എക്കോ ഉണ്ടോ? എക്കോ വരുന്നുണ്ടോ പിള്ളേരെ? ഇല്ല, കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ട്. അത് ആരെങ്കിലും ചിലപ്പോ ഇത് മ്യൂട്ട് ഓൺ ആക്കുമ്പോ നമുക്ക് തോന്നുന്നതായിരിക്കും. ഓക്കെ, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഡൗട്ട് ചോദിക്കണമെന്ന്, ചോദിച്ചേടാ. റംഷീദ എന്തുവാണ്, ആരായിരുന്നു ഡൗട്ട് ചോദിക്കണമെന്ന് പറഞ്ഞത്? മാം പറഞ്ഞുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഓരോരുത്തർ ഡൗട്ട് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. കാര്യം പറയുന്നത്. ഓക്കെ, അന്നത്തെ തലകറങ്ങി വീണു. അപ്പോഴേക്കും ഓട്ടോക്കാരൊക്കെ വളർന്നിട്ട് ഇത് ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിസ്സാരമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആള് ബ്ലഡ് കണ്ടിട്ടായിരുന്നു അന്ന് തലകറങ്ങി വീണത്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആൾക്കൂട്ടുണ്ട്. ഇപ്പൊ ബ്ലഡ് കണ്ട് തലകറങ്ങുന്ന ആൾക്കാര് നമ്മുടെ കൂട്ടത്തിലിട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും പേടിപ്പിച്ചു കളഞ്ഞ ആള്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാനേ, എന്റെ പേര് ഇഷാന. എനിക്ക് ഇങ്ങനെ ബ്ലഡ് കൊണ്ടാ തലകറക്കുന്നത്. ഞാൻ ചെറുതായിരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൈ മുറിഞ്ഞുള്ളൂ. കൈ മുറിഞ്ഞ് ഡ്രസ് ചെയ്യുന്ന സമയത്ത് എന്റെ അനിയത്തി എന്നോട് പറഞ്ഞു, ഇന്നും എന്തോരം ചോര, അത്രേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഞാൻ തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു. എന്റെ പേര് പറഞ്ഞോട്ടെ. എന്റെ പേര് ആതിര എന്നാണ്. അപ്പൊ ഞാന് 7th പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ആദ്യം പീരിയഡ്സ് ആയിരുന്നേ. അപ്പം അമ്മ രാവിലെ എഴുന്നേറ്റ് അടച്ചിട്ട് കാര്യത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കുന്ന ടൈമിലാണ് എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാനിങ്ങനെ നോക്കും, ബ്ലഡ് കണ്ട പാടെ തന്നെ ഞാൻ അവിടെ ബോധം കിട്ടി വീണ്. അത് കഴിഞ്ഞിട്ട് അമ്മ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറാൻ വരുമ്പോഴാണ് കിടക്കുന്ന കാണുന്നത്. കണ്ട് പേടിച്ചു. അപ്പൊ പിന്നെ എളുപ്പമെന്ന് വെല്ലിമ്മയൊക്കെ വിളിച്ചു, ഓടി വന്ന്. അത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പറയുന്ന കാര്യം ഓർമ്മ എന്റെ മനസ്സിൽ ആദ്യം. ശരിയും അന്നത് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണുമ്പോ പ്രശ്നം ഉണ്ടാവും, പേടിയുണ്ട്. ഇത് മോന്റെ ഡെലിവറിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബ്ലഡ് കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു പേടിയുണ്ട്. പക്ഷെ തലകറക്കം എന്നുള്ളത് പിന്നീട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ബോധം കെട്ട് വീട് അതായിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം. അത് ഞാനിപ്പോ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് കണ്ട തലകറങ്ങുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പം മുതലേ ഞാൻ അവളുടെ കൂടെ ആണല്ലോ, ചെറുപ്പം മുതലേ ഈ പെണ്ണ് ബ്ലഡ് കണ്ട തലകറങ്ങും. ഞങ്ങളുടെ പ്രാവശ്യം എന്തോ പെൻസില് ചെത്തി കൊടുക്കാണ്. അപ്പൊ അതിനെ ചെത്തി കൊടുത്തോണ്ടിരിക്കാം. അപ്പൊ അവളുടെ കയ്യിൽ പെൻസിൽ പിടിച്ചിരിക്കുകയാണ്. അവൾ ഞാൻ വേഗം ചെത്താണ്. വെറുതെ ചെറുതായിട്ട് ഒന്നും മുറിവുള്ളൂ, ബ്ലഡ് ഇത്തിരി കണ്ടു. അവൾ അവിടെ തലകറങ്ങി വീണു. അമ്മ നോക്കുമ്പോ എന്താണ്, കൊച്ചിനെ വീഴ്ത്തി, ഞാൻ വീഴ്ത്തി, അവള് ബോധം കിട്ടും. എന്നെ വന്ന് തല്ലി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പെൻസിൽ ചെത്തി കൊടുത്തിട്ട് ഞാൻ ചോരയിട്ട് ഇങ്ങനെ നിൽക്കാണ്. എന്നാലും എനിക്ക് തല്ലി കിട്ടി. അവള് ബ്ലഡ് കണ്ട അപ്പൊ തലകറങ്ങും. ഇതേപോലെ തന്നെ ഓക്കെ, ഇതേപോലെ പ്രാവശ്യം ഞങ്ങൾ സ്റ്റെയറിൽ ഇരുന്ന് ഞാൻ സ്റ്റെയറിൽ ഇരിക്കുകയാണ്. അപ്പൊ അവള് അതിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്, ചാടി കൂടി നടക്കുന്നുണ്ട്. ചെറുതായിരുന്നു. അപ്പൊ ആള് ഒറ്റ ചാട്ടം ചാടി 3-4 സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടാ. അപ്പൊ അവള് പോയി കുടുങ്ങിയത് മറ്റേ അഴയിലായിരുന്നു. അഴയിൽ ഇങ്ങനെ കഴുത്തൊന്ന് കുടുങ്ങി. എന്നിട്ടൊന്ന് ആടി ആള് അഴയൊക്കെ. എന്നിട്ട് കുഴപ്പമില്ല, തലയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ആൾ നടന്നു വന്നു. ലൈറ്റിന്റെ അവിടെ എത്തിയപ്പോഴേക്ക് കഴുത്തിൽ ചെറുതായിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ നിസാരമായിരുന്നു കേട്ടോ. അപ്പൊ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോ ചോര. അപ്പൊ അവൾ അവിടെ തലകറങ്ങി വീട് അഴയില് തൂങ്ങി ഇങ്ങനെ ഉറങ്ങിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടുള്ളൂ, അപ്പോഴേക്കും ആള് തലകറങ്ങി വീണു. ഇതാണ് ആളുടെ പ്രശ്നം. ഇതേപോലെ ലൈഫ് മൊത്തം അവളെ കൊണ്ടുള്ള പ്രശ്നമാണ്. ബ്ലഡ് ഒക്കെ ഉണ്ടാവില്ല, ആള് തലകറങ്ങി വീഴും. അപ്പൊ അമ്മയുടെ കൈ ഒരു പ്രാവശ്യത്തെ പോലെ മുറിഞ്ഞിട്ട്, അമ്മയുടെ കൈ മുറിഞ്ഞ് എന്റെ കൈയൊന്നും മുറിഞ്ഞിട്ട് അമ്മ എന്തോ
വിറകെന്ത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ കൈ മുറിഞ്ഞടി ഒന്ന് കുറച്ച് മഞ്ഞപ്പൊടി എടുത്തോണ്ട് വരുമെന്ന് ചോദിച്ചു അവളുടെ അമ്മ എവിടെ കൈ മുറിഞ്ഞത് എന്തോരം മുറിഞ്ഞു ചോദിച്ചാ നമ്മുടെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, അത്യാവശ്യം വലുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അവള് ആ കണ്ട പാടെ അവളവിടെ തലർന്നു വീണു. പിന്നെ ഈ പാവ അമ്മ മുറിവ് കെട്ടി വെച്ചിട്ട് ഇവളെ എടുത്തുകൊണ്ട് അകത്തോട്ട് വന്ന് ഇവൾക്ക് വെള്ളം കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇവളെ കൂടെ ഭയങ്കര കോമഡിയാണ് ഈ ബ്ലഡിന്റെ കാര്യം. അപ്പൊ ഭയങ്കര പ്രശ്നമാണ് ബ്ലഡ് എന്ന് വെച്ചാൽ ആൾക്ക് തലർന്നു. പക്ഷെ പീരീഡ്സ് ബ്ലഡ് ഇതുവരെ കണ്ടിട്ട് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആൾക്കറിയാം പീരീഡ്സ് ആണ്, അതങ്ങനെ പോവുകയാണെന്ന് തോന്നുന്നു. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു, ബിക്കോസ് ആണല്ലോ പീരീഡ്സ് ആവുമ്പോ എങ്ങനെയായിരുന്നു, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴും ആള് ബ്ലഡ് കണ്ടാൽ തലർന്നു വീഴും, ഉറപ്പാണ്. ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾക്കറിയാം, അവര് വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞു ദേ കൊച്ചിന് തലറങ്ങിയിട്ട് വണ്ടി ആക്സിഡന്റ് ആയിട്ട്, അങ്ങനെ പറഞ്ഞു, പേടിപ്പിച്ചാൽ മതി, വണ്ടി ആക്സിഡന്റ് ആയിട്ട് കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മോൾക്കല്ലടാ, അനിയത്തി കൊച്ചാ. അപ്പൊ ആള് PG സെക്കൻഡ് ഇയറാ പഠിക്കുന്നേ. ഞാൻ പറയുന്ന ഇൻസിഡന്റ് PG ഫസ്റ്റ് ഇയറിൽ വെച്ചാ സംഭവിച്ചത്, ഈ വണ്ടി ആക്സിഡന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പറഞ്ഞു ഹസ്ബൻഡാ പോയത്, ഞാൻ പോയില്ല, കൊച്ചുങ്ങളുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. ഹസ്ബൻഡ് പോയി എന്നാ പറഞ്ഞു എടി അവളെ ബ്ലഡ് കണ്ടിട്ട് തലറങ്ങി വീണെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ വെച്ച് തീർന്നു. അപ്പൊ എന്താണ് ബ്ലഡ് കണ്ടിട്ടുണ്ട്. പിന്നെ വണ്ടി കൊടുത്തിട്ടില്ല ഏട്ടന്, വണ്ടി പിന്നെ ഒരു കാരണവശാലും അവൾക്ക് ഓടിക്കാൻ കൊടുത്തിട്ടില്ല. അമ്മേനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ ആദ്യം എന്നെ ചീത്ത പറയുള്ളൂ. അവൾ എന്ത് തെറ്റ് ചെയ്താലും സെയിം. കാരണം അമ്മയ്ക്ക് ചെറുപ്പത്തിൽ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ജോലിക്കൊക്കെ പോയിരുന്നത്. അപ്പൊ അത് ആളെ വളർത്തിയതൊക്കെ ഞാനാണ്. സോ എന്ത് കുറ്റം അവള് ചെയ്താലും എനിക്ക് ചീത്തയൊക്കെ കേൾക്കുള്ളൂ. അത് കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നതാ. അവള് തലറങ്ങി വീണിന് പോലും എന്നെ വന്ന് തല്ലിയ ടീമാ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഓക്കെ, നല്ല രസമാണ്. ഞങ്ങൾ നല്ല ബോണ്ടാ, അനിയത്തിയായിട്ട് ഭയങ്കര ഇതാണ്, ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ബോണ്ടാ. അത് നല്ല രസമാണ്. അത് ഇടയ്ക്ക് തല്ലുടിക്കൊക്കെ ചെയ്യൂട്ടെ, നല്ല തല്ലുടുത്തൊക്കെ തല്ലുടിക്കും. ഞാൻ പറയാത്ത എന്തെങ്കിലും കേട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാനാണ് അവളെ പഠിപ്പിക്കുന്നതും ഞാനാണ്. അപ്പൊ അതുകൊണ്ട് നല്ല സ്ട്രിക്റ്റ്, പഠിപ്പിക്കുന്ന സമയത്ത് നല്ല സ്ട്രിക്റ്റ് ആണ്. ആ സമയത്ത് എന്റെ ദേഷ്യം മൊത്തം ഞാൻ അവളോട് തീർക്കും. അത് കഴിയുമ്പോ അവൾ എന്നോട് തീർക്കും. ഫ്ലോറസി പോലെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ ആളുടെ ഓക്കേടാ. ഓക്കെ, അത് ഞാൻ ബ്ലഡിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് അവളെ ഓർമ്മ വന്നു, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അവന്റെ ഫസ്റ്റ് എയ്ഡുകളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മോക്കും ഉണ്ടല്ലേ ഇത് തന്നെ പ്രശ്നം. എനിക്കൊരു സിസ്റ്റർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ഇല്ല സിസ്റ്റർ ഓക്കെ, സിസ്റ്റേഴ്സ് ഉണ്ടാവാൻ നല്ലതാണ്. ശരിക്കും പാരകളാണ്, ബേസിക്കലി പാരകളായിരിക്കും. നമുക്ക് ഏറ്റവും വലിയ പാര വേറെ എവിടെ നിന്നും ആരും ഉണ്ടാവില്ല, അനിയത്തിമാരായിരിക്കുള്ളൂ. ഞാൻ അവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു 3.5 വയസ്സിന് വ്യത്യാസമാണ് ഉള്ളത്. നല്ല രസമാണ്. 4 സിസ്റ്റേഴ്സ് ഉണ്ടല്ലേ. ഓക്കെ, ഇതിപ്പോ അത് നല്ല രസമായിരിക്കും, നല്ല ബോണ്ടിങ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ, എല്ലാ കാര്യങ്ങളും വിളിക്കും അങ്ങനെ. ഓക്കെ, അപ്പോ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം, ഞാൻ പറയാം. പറഞ്ഞോളൂ ജോലി. Children are great imitators, so give them something great to imitate. Anonymous. Thank you, ma'am. Thank you all. Thank you so much for your beautiful class. Sign out by Jyoti, ma'am. Thank you.